കൈയിട്ട് വരാൻ പറ്റുള്ളൂ. ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് എടുക്കണത്. സൂര്യേട്ടന് ഇന്ന് ലീവാണ്. അപ്പോൾ നമ്മൾ ലേശം മീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് പൊരിക്കലും പിന്നെ ഇന്നത്തെ കറി വയ്ക്കണ രീതികളൊക്കെയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. കർക്കിടക മാസം ആയി കഴിഞ്ഞാൽ എന്റെ പ്രധാന പരിപാടി എന്ന് വെച്ചാൽ അപ്പൊ ഞങ്ങൾ മീൻ കുറച്ചൊന്നും കഴിക്കില്ലേ. അപ്പൊ ഞാൻ ഞങ്ങൾ പ്രധാന പരിപാടി എന്ന് വെച്ചാൽ എവിടെ അന്നദാനം ഉണ്ട് അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മ അന്നദാനം കഴിച്ചിരുന്നു. ഇതുണ്ടോന്ന് തെരഞ്ഞു നോക്കി പോവാ. ഞങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നുണ്ട്. ഞങ്ങൾ വേറെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മെല്ലെ ആക്കെ അത് വേറൊരു ഞങ്ങള് നാലമ്പലം പോട്ടോ. പിന്നെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വയസ്സായ അമ്മമാര് നമ്മൾ അന്ന് അമ്പലത്തേക്ക് അന്ന് പോയ തവണ വയസ്സായ അമ്മമാരല്ലേ തോന്നുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാം വൈബ് പിടിക്കും. ഫുഡ് കഴിക്കാൻ ഞങ്ങള് പിറ്റേ ദിവസം വാൽപ്പാറ യാത്രയിൽ പോകും. നമ്മള് ബുധനാഴ്ച നമ്മള് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ഓർമ്മല്ലേ? ബുധനാഴ്ച നമ്മള് എവിടെ പോണേ? ബുധനാഴ്ച പ്രശ്നം മഴയോണ്ട് ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് പോണം. ഇപ്പൊ റിസ്ക് കൂടുതലല്ലേ. ഇപ്പൊ കൊറേ ആയിട്ട് യാത്രയൊന്നുമില്ല. ഞങ്ങക്ക് അങ്ങനെ പോക്ക് കുറവാ. ലേശം ഞങ്ങൾ അട്ടപ്പാടി പോയി. പക്ഷെ അന്ന് വീഡിയോ എടുക്കാനൊന്നും അന്ന് ഞങ്ങള് രാവിലെ ഭൂരി കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തു പോയതാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് ശരിയാ ഭക്ഷണം കഴിച്ചിട്ട് എന്നാ രാവിലത്തെ ഭക്ഷണം കഴിച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോ അവിടെ എത്തിയപ്പോ കഴിച്ചു കഴിഞ്ഞപ്പോ മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്, എന്നാ വെയിലും ഇല്ല. അപ്പൊ എന്നാ നമുക്ക് പകുതി അട്ടപ്പാടി പോയിട്ട് വരാം, 10ാം വളവ് വരെ പോയിട്ട് വരാന്ന് പറഞ്ഞു. 10ാം വളവില് നിന്നില്ല. അത് പിന്നെ എവിടെ പിന്നെ ഞങ്ങൾ ചെല്ലിപ്പാറയൊക്കെ പോയി. അത് ഒരു തവണ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നാണ്. പക്ഷെ നല്ല രസം അങ്ങോട്ട് പോകുന്നതൊക്കെ നല്ല വഴിയാ. പക്ഷെ നമ്മള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കണ ഫോണ് നമ്മള് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ അടുത്ത് വരെയല്ലേ പോണുള്ളൂ. അപ്പൊ അതൊന്നും വേണ്ടി വരില്ല, നമ്മൾ പോയിട്ട് വേഗം വരുന്നല്ലേ വിചാരിച്ചത്. ഏതാണ്ട് തീരാനായിരുന്നു. അല്ല ഇതിന്റെ വാല് മുറിച്ചിരുന്നത് നല്ലതാണ് അല്ലേ? അല്ല, കത്രിക കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യല് റിസ്കാ. അപ്പൊ എന്താ അല്ല ഇതൊക്കെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കേട്ടോ. അവര് ടൈറ്റായതുകൊണ്ട് പരിപാടി തീർക്കും. നമുക്കറിയാൻ ഞാനതുകൊണ്ട് എന്ത് ചെയ്യും, കത്രിക ഉപയോഗിച്ചിട്ട് ഇപ്പൊ ബാക്കിയൊക്കെ നമുക്ക് നഖം കൊണ്ട് തന്നെ ശരിയാക്കാമല്ലോ. അപ്പൊ കുറച്ചു അതിന് എന്താ ബാക്കി കാര്യങ്ങളില്ലേ എന്ത് ചെയ്യും, നമുക്ക് കൈ കൊണ്ട് ചെയ്യും. അപ്പൊ ആദ്യം വാലിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്താൽ മതി കുറച്ചെണ്ണം. പക്ഷെ കുറേ നമ്മൾ നടക്കില്ല കേട്ടോ, തെരഞ്ഞിട്ട് തന്നെ സമയം പോകും. പിന്നെ ഞാനും ഒരു തവണ അതേപോലെ 1/2 കിലോ ഒന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടൊന്നുണ്ട്. ഞാൻ ഏതാണ്ട് കുറച്ച് മീനെടുത്ത് കളഞ്ഞു ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ചീര കുഴിച്ചിട്ട പോലെ സൂര്യേട്ടന് പണ്ടൊരു കൃഷിപ്രാന്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചീര നമ്മളെവിടെ ഗുരുവായൂർ പോയി വന്നപ്പോഴേക്ക് ഈ ചെറിയ ആ സാധനം എന്താ പറയുന്നത്, ചെറിയ ട്രേ ഉണ്ടാവില്ലേ ചെറുതായിട്ടുള്ളത്, അതിൽ ഇട്ടിട്ട് പോയത്. അപ്പൊ കൊറേ ദിവസമായിട്ട് ഇത് മുളയ്ക്കണേ ഇല്ല. അപ്പൊ സൂര്യേട്ടന് ഞങ്ങൾ രണ്ടാളും കൂടി ഗുരുവായൂർ പോയി വന്നപ്പോഴേക്കും ഇത് മണ്ണിനൊക്കെ പൊക്കി പുറത്തേക്ക് ചാടിച്ചിട്ട് ഈ മുള ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്നാ 2 ദിവസം കഴിഞ്ഞിട്ട് കുഴിച്ചിടാന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കുഴിച്ചിടാൻ നിൽക്കുക. അപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട്, ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അതില് ഈ ഓരോന്നോരോന്നേ എത്രയുള്ളൂ ഒരു ചെറിയ ചീരയുടെ ഇതാണ്. അപ്പൊ ഇത് കുഴിച്ചിടുന്ന സമയത്ത് ഞാൻ സൂര്യേട്ടനോട് പറഞ്ഞു കുറച്ച് അത്യാവശ്യം എടുത്തിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടാൽ മതി, പിന്നെ അത് നേരെ പോലോ എന്ന് പറഞ്ഞു. സൂര്യേട്ടൻ അല്ലാതെ വേണ്ട ശരിയാ. എന്നിട്ട് ഇത് ഓരോന്ന് ഇങ്ങനെ കുഴിച്ചിട്ട് അപ്പൊ എനിക്ക് മേലെഴുകാരായി ഞാൻ പോട്ടെ സൂര്യേട്ടൻ വിളക്ക് കൊടുത്തണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അതില് ഞാൻ പോയി വന്നപ്പോഴേക്കും ഇത് കുഴിച്ചിടല് കഴിഞ്ഞു. അപ്പൊ ഞാൻ അല്ല സൂര്യേട്ടൻ കുഴിച്ചിട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, ഇതിങ്ങനെ തെരഞ്ഞോക്കുന്നുണ്ട്. അതൊക്കെ കൂടി കുഴിയിട്ട് കുത്തിയിട്ട് മൂടിയെന്ന്. അപ്പൊ എന്താ വെച്ചാൽ ഇത് നട്ടിട്ട് ദേഷ്യം വന്നിട്ട് ഇതൊക്കെ കൂടി ഒരു വലിയ കുഴി കുത്തിയിട്ട് ഇത് ഫുൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് മണ്ണിട്ട് മൂടി സൂര്യേട്ടൻ പോകുന്നുണ്ട്. എന്നിട്ട് അതൊന്നും ഒരു ചീരി കൂടി നമുക്ക് പറിക്കാൻ കിട്ടിയില്ല. തീരെ പറിക്കാൻ കിട്ടായൊന്നുമില്ല. അല്ല അത് സൂര്യേട്ടൻ ഉണ്ടാക്കിയതല്ല, മുന്നേ തനിയെ മുളച്ചിണ്ടായതാണ്. അതിന്റെ റിസ്കിൽ അത് മുളച്ചിണ്ടായതാണ്. പച്ചച്ചീര കിട്ടി. ഇത് നല്ല ടേസ്റ്റാ. ഇനി ഇതിനെ നമ്മൾ കുഴക്കണം. ദേഷ്യമുള്ള ആൾക്കാരെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇത് കുഴക്കണം നമ്മൾ.
കുഴപ്പമില്ലാണ് ഇതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നന്നായിട്ടുണ്ട്. ഇനി കൊടംപുളി കുറച്ച് വെള്ളം അധികം ഒഴിക്കും കേട്ടോ, കാരണം ചോറിലേക്ക് ഇത് കൂട്ടി കഴിക്കാൻ രീതിയിലോട്ടാക്കുക, സൈഡ് ഡിഷ് ആയിട്ടല്ല. അടുപ്പിന്റെ മുകളിലാണ് ഗ്യാസ്. കയ്യിൽ തന്നെ ഒരു കൂട്ടാനുള്ളത് ഒട്ടി കുടിച്ചിരുന്നു. കയ്യിൽ തന്നെ ഒരു കൂട്ടാനുള്ളത് ഒട്ടി കുടിച്ചിരുന്നു. ഇനി നമ്മൾ ഇതിന്റെ താഴെ ഒരു കോളം കുത്തണം. അതെന്തിനറിയോ? ചേട്ടാ എനിക്കറിയില്ല. മീനിടാനാണ്. യെസ്. മൺപാത്രങ്ങൾ ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആട്ടോ. മൺപാത്രം ഞാനും തമ്മില് പാത്രങ്ങൾ വാങ്ങുന്നത് എൻ്റെ ഒരു പ്രധാന ഹോബിയാ. പീരക്ക് ഇത്ര മീൻ എടുക്കുമ്പോ ഇതുപോലെ മതി. ഇനി നമുക്ക് വറുത്തിട്ട് കഴിക്കാൻ വേണ്ടേ? ഇനി ഇതിനെ മൂടി വെക്കും. ഒരു ഈച്ച ഇതിനെ കറങ്ങി നടക്കണ്ട. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് ഇവിടെ കുറെ ഉണ്ട്. ആ മീൻ നേരാക്കണേന്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് ഇന്ന് മഴ ഇല്ലെങ്കിൽ മീൻ പുറത്തുനിന്ന് നേരാക്കായെന്നൊക്കെ വിചാരിച്ച ഞാൻ. മഴ ഉണ്ടെങ്കിലും ചോദിച്ചേട്ടാ ഇവിടെ ഇരുന്നിട്ട് തന്നെ നേരിക്കുക. ഇവിടെ ഇരുന്നിട്ട് നേരിക്കുമ്പോൾ ഞാൻ ഇവിടെ അടുക്കളയിൽ പണിയെടുക്കും. അപ്പോൾ വർത്താനം പറയാം. അവിടെ പോട്ടിക്ക് പോയിരിക്കാൻ സൂര്യേട്ടന് അത്ര ഇഷ്ടമല്ല. അതല്ലേ സത്യം? അങ്ങനെ ഇടയ്ക്കൊക്കെ ഞാൻ പുറത്തുനിന്ന് നേരാക്കാറുണ്ടല്ലോ. ഇനി മീനിലേക്ക് മസാല വെക്കാം. മസാല കൈയും കൊണ്ട് വരട്ടിയ നല്ല നീറും. വീഡിയോ എടുക്കണോണ്ടാണ്, ഇല്ലെങ്കിൽ ഞാനാണ് അതിൻ്റെയൊക്കെ പരിപാടി. സൂര്യേട്ടന മസാലയൊക്കെ വെട്ടാറ്. ഞാനത് എവിടെയും പറയും. ഇതിൽ ലേശം പുളി കൂട്ടിക്കും കേട്ടോ. ലേശം മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി അരക്കണേൽ ഇടാറില്ല, അമ്മ എന്താ പിന്നെ ഇടാറ്. അപ്പൊ ഞാനും അത് എന്താന്നെനിക്ക് കാരണം ഒന്നും അറിയില്ല, എന്നാലും ഞാൻ പിന്നെ ഇടുള്ളൂ. പഠിച്ചത് അങ്ങനെയല്ലേ? അതെ. ഇത് ഇന്നത്തെ തക്കാളിക്കറി കേട്ടോ. തക്കാളിക്കറി ഞാൻ തക്കാളിക്കറി അങ്ങനെ കൂട്ടില്ല കേട്ടോ. മീൻ കറിയിലുണ്ട്. മീൻ കറിയല്ലേ? മീൻ പീര. ശരി, വേണ്ട, ഇല്ല ലേശം തന്നെ ഉള്ളൂ. തക്കാളി കറിയോട് എനിക്ക് എന്തോ എനിക്ക് കറികളൊന്നും ഇഷ്ടമായില്ലേലും ഞാൻ കഴിക്കും കേട്ടോ. അത് ശരിയില്ലായ്മയാണ് ഞാൻ കണ്ടത്, കഴിക്കാതിരിക്കാൻ. പണ്ട് ഞാൻ വീട്ടിലാവുമ്പോഴും അമ്മ കറികൾ ഉണ്ടാക്കി തരുന്ന സമയത്ത് ഏതേ കറിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ പറയൂ കേട്ടോ, അമ്മ എനിക്ക് ആ കറി ഇഷ്ടമായില്ല കേട്ടോ. പക്ഷെ ഞാൻ കഴിക്കും, അത് കളയൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഭക്ഷണം കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഞാൻ 100 കിലോ ആയത്. അത് കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിന് ഇവര് കൊണ്ടുവന്ന് ലഡു എന്താ അലിവൊക്കെ സൂര്യേട്ടൻ തന്നെ ഒരു വിധം. ഞാനും കുറച്ച് ബേക്കറി വിരുന്ന് പോകുമ്പോ കുറച്ച് ബേക്കറിയും കൊണ്ട് പോകുന്നുണ്ട്. ഒരു പെട്ടിയില് കുറച്ച് ബേക്കറിയും കൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോ ഇവരത് കഴിക്കണ ഇത് കാണാനില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു അറിയോ, ഞാനാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ ലേശേ കഴിക്കുള്ളൂ. അമ്മയും സൂര്യേട്ടനൊക്കെ കളയണ്ടേ വിചാരിച്ചിട്ട് കഴിക്കും. ഞാനും അച്ഛനും ഏട്ടനൊക്കെ എത്ര പൈസ കൊടുത്തിട്ട് വാങ്ങിയാലും അങ്ങനെ കാര്യമായിട്ട് പൈസ കൊടുത്ത് വാങ്ങില്ല. പറയ എന്താ ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലാത്തതോ ആണെങ്കിൽ ഞാൻ വല്ലാണ്ട് കഴിക്കില്ല.
ഞാൻ അങ്ങനെയല്ല. പിന്നെ എനിക്ക് ഇടയ്ക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് തിളച്ചൂട്ടോ ചെറിയ തീയില വെക്കാം വേവട്ടെ. എന്തായാലും അങ്ങനെ ഞാൻ തടിച്ച് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് കുറച്ച്. എന്നിട്ട് ഞാൻ സൂര്യേട്ട എക്സസൈസ് ചെയ്യാൻ നീക്കണ സമയത്ത് ഞാൻ കിടന്നുറങ്ങാണ്ട് സൂര്യേട്ട അങ്ങനെ ഒന്നും നീക്കണ്ട നല്ല കഴിക്കുകയും ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വയറ് കൂടി വന്നു. പിന്നെ ചിന്നുട്ടി ധരിച്ചപ്പോ ചിന്നുട്ടി എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ അത്രയ്ക്ക് തടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, വയറ് കൂടിയ പോലെ തോന്നി. പിന്നെ ആദ്യത്തെ ഫോട്ടോസ് ഇപ്പോഴത്തെ ശരി. അപ്പൊ ഞാന് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ സൂര്യേട്ടൻ മടിയനായിനാ, ഞാൻ എന്നും നീച്ച് ചെയ്യാറുണ്ട്. മീൻ വറുത്താലോ? ഓ അതാ എനിക്ക് വേണ്ടത്. സൂര്യേട്ടന് മീൻ വറുത്താ കുറച്ച് വിശപ്പ് അധികം. കുറച്ചുകൂടി പാത്രങ്ങൾ വാങ്ങണം ചിന്നുട്ടി. ഈ വെക്കാൻ വേറൊരു വീടും കൂടി പണിയേണ്ടി വരും. ആകെ 2 ആളേ ഉള്ളൂ. പാത്രങ്ങൾ വെക്കാൻ സ്ഥലത്തിന് ഒരു ഇതും കൂടി അവിടെ തുടങ്ങി. ഇതാണ് അവസാന മീൻ വറക്കൽ ശക്തി. ഇനി ഇത് വറുത്ത് കഴിഞ്ഞാൽ ഇതിവിടെ ക്ലീൻ ചെയ്യണം. അതിന് സൂര്യേട്ടന് ക്ഷമയില്ല. സൂര്യേട്ടന് അപ്പോഴേക്ക് അയ്യോ നേരം പോയി പറഞ്ഞിട്ട് തുടങ്ങും. വെന്തു. നല്ല ചൂടുണ്ടോ? പുളി വെള്ളം എനിക്ക് വേണോ? അതാ ലോഡ് എനിക്ക് ലോഡ് തരില്ലേ? നമ്മളാ പുളി ചേർക്കണല്ലേ? നന്നായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാം വൃത്തിയാക്കിയിട്ടും തുടച്ചെല്ലാം വൃത്തിയാക്കി വെച്ചു. ഇനി നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ്. TV കണ്ടോണ്ടാവൂലേ കഴിക്കണേ? അമ്മ പറയണ പോലെ കറണ്ട് പോയാൽ പിന്നെ ചിന്നൊരു ചോറാറില്ല. ഞാൻ അതിലെന്താ തിരയുന്നല്ല എത്ര നേരം ഈ നത്തൽ മീന് കിട്ടാൻ. കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് പറയുന്നുണ്ട് മീൻ ഇടയ്ക്കിടയ്ക്ക്. എന്റെ മേൽനോട്ടത്തിലതല്ല, ശരി. മീൻ നോട്ടം. മീനുള്ള ദിവസം നമ്മള് രാത്രിക്ക് പോലും ചോറ് വയ്ക്കാൻ കറി വെക്കൂ. അല്ലാത്ത ദിവസം നമ്മള് ഭയങ്കര ടൈപ്പിങ്ങാ, ചപ്പാത്തി കഴിക്കൂ. അപ്പൊ എന്താണ് മടിയുള്ള ദിവസം ചെറുതായിട്ട് പുറത്തു പോയിട്ട് കഴിക്കും. അതാണ് കാണാറുള്ളത്. ഞങ്ങളുടെ സ്ഥിരം പരിപാടി എന്നിട്ട് പുറത്തു പോയിട്ട് കഴിക്കുക. എന്തെങ്കിലും ചെറിയ മടി വന്നു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ ഇടും. ഇവിടെ അടുത്തൊരു രുചി കണ്ട ഷോപ്പുണ്ട്. ബിരിയാണി റൈസ് വാങ്ങും. ഒന്നില്ലെങ്കിൽ ബിരിയാണി റൈസ് വാങ്ങും, അല്ലെങ്കിൽ വാങ്ങി കഴിക്കും. ഞാൻ റൈസാ വാങ്ങാറ് കേട്ടോ. എനിക്ക് ചിക്കന് എന്താ അങ്ങനെ കുറെ കഴിക്കണം എന്നൊന്നുമില്ല. എന്നിട്ട് സൂര്യേട്ടൻ്റെ ചിക്കൻ പീസിന് 2 പീസ് ചിക്കൻ ഉണ്ടാവും. അപ്പൊ അതിന്ന് ലേശം എനിക്ക് തരും, ഞാൻ അത് കഴിക്കും.
പിന്നെ മാസത്തിലൊരു മന്തി വാങ്ങും. വീട്ടുകാരുടെ കൂടെ നാളുണ്ട്. നല്ല രസമാണ് സൂര്യയുടെ തക്കാളി കൂട്ടാൻ. ഇന്നലത്തേക്കാട്ടും ടേസ്റ്റ് ഉണ്ട്. അതെ. ഇഷ്ടമാവും നോക്കിട്ട് എടുത്താൽ മതി. സമയം 2 മണിയൊക്കെ ആയി. ഇനി എന്തൊക്കെ പണികൾ കുറച്ചൊരു ഇഷ്ടമാണ് കേട്ടോ. അത് തന്നെ ഫുള്ള് പണിയാണ്. അപ്പൊ എത്ര നേരത്തെ എന്താ ചെയ്തു? അപ്പൊ ഞങ്ങള് ഇത് മെല്ലെ സമയത്ത് കഴിക്കട്ടെ. ബൈ.